ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. എംബ്രിയോളജി എന്ന ടോപ്പിക്കിലെ എംബ്രിയോ അഥവാ ഭ്രൂണത്തിന്റെ ഘടനയെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏകബീജ പത്രസസ്യങ്ങളുടെയും ദ്വിബീജ പത്രസസ്യങ്ങളുടെയും എംബ്രിയോയുടെ ഘടന, അതോടൊപ്പം ഒന്ന് രണ്ട് ടേംസ് പോളി എംബ്രിയോണി, അപ്പോമിക്സിസ്, അപ്പോസ്പോറി ആൻഡ് പാർത്തനോകാർപ്പി എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. എംബ്രിയോജെനി ഓർ എംബ്രിയോ ജെനസിസ് ഓർ ഭ്രൂണ രൂപീകരണം. എങ്ങനെയാണ് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഫലമായി ആദ്യം സൈഗോട്ട് ഉണ്ടായി, അതോടൊപ്പം പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഉള്ള ഒരു എൻഡോസ്പം സെൽ ഉണ്ടായി. ആ എൻഡോസ്പം സെല്ല് ഡിവൈഡ് ചെയ്ത് എൻഡോസ്പം അഥവാ ബീജാനം ഉണ്ടാകുമ്പോൾ ആ ബീജാനത്തിലെ ആഹാര പദാർത്ഥങ്ങൾ സ്വീകരിച്ചിട്ടാണ് സിക്താണ്ഡം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറി. ഒരു ഡൈക്കോട്ട് ചെടി എടുത്താലും ഒരു മോണോക്കോട്ട് ചെടി എടുത്താലും അതിന്റെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഇയർലി സ്റ്റേജസ് ആദ്യഘട്ടങ്ങൾ ഒരുപോലെ തന്നെയായിരിക്കും. പിന്നീട് ഉണ്ടാകുന്ന സ്റ്റേജസിലായിരിക്കും മാറ്റം ഉണ്ടാവുക. ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ് ഒരു ഏകബീജ പത്രസസ്യത്തിന്റെയും ദ്വിബീജ പത്രസസ്യത്തിന്റെയും എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒരുപോലെ ആയിരിക്കും. പിന്നീടായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോ അഥവാ ദ്വിബീജ പത്ര സസ്യങ്ങളുടെ ഭ്രൂണത്തെ കുറിച്ച് പഠിക്കാം. ഒറ്റ സെല്ലുള്ള സൈഗോട്ട് സിക്താണ്ഡം ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലുള്ള ഒരു കണ്ടീഷനായിട്ട് പറയുന്നത്. ഈ രണ്ട് സെല്ലുള്ള കണ്ടീഷനെയാണ് ടു സെൽഡ് പ്രോ എംബ്രിയോ എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് സെല്ലില് ഒരു വലിയ സെൽ ഉണ്ടാവും, അതിനെ ബേസൽ സെല്ലും, പിന്നെ ഉണ്ടാവുന്ന സെല്ലിനെ ടെർമിനൽ സെൽ എന്നും പറയും. ചില ചിത്രങ്ങളിൽ തിരിച്ചും വരാം കേട്ടോ. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒറ്റ കാര്യമേ, ടെർമിനൽ സെല്ലിൽ നിന്നായിരിക്കും എംബ്രിയോയുടെ ഭാഗം ഉണ്ടാകുന്നത്. ബേസൽ സെൽസിൽ നിന്നായിരിക്കും സസ്പെൻസർ എന്ന ഭാഗം ഉണ്ടാകും. അത് പടങ്ങൾക്കനുസരിച്ച് മുകളിൽ താഴെയായിട്ടൊക്കെ ക്രമീകരിച്ചിരിക്കാം. ചില പടങ്ങളിൽ ബേസൽ സെല്ല് താഴെയും ടെർമിനൽ സെല്ല് മുകളിലും ആയിരിക്കാം. ഓർക്കേണ്ടത്, എംബ്രിയോയുടെ ഭാഗങ്ങൾ ഉണ്ടാകുന്നത് ടെർമിനൽ സെല്ലിൽ നിന്നും അതിന്റെ സസ്പെൻസർ ഉണ്ടാകുന്നത് ബേസൽ സെല്ലിലായിരിക്കും. ഇങ്ങനെ രണ്ട് സെല്ലുള്ള തുല്യമല്ലാത്ത രണ്ട് സെല്ല് സിക്താണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന ഈ സെല്ലിനെ ടു സെൽഡ് പ്രോ എംബ്രിയോ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ബേസൽ സെല്ല്, ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു സസ്പെൻസർ ആയിട്ട് മാറുന്നത്. സസ്പെൻസർ ചിത്രത്തിൽ നോക്കാം. സസ്പെൻസർ ഉണ്ടാകുന്ന ആ ഏറ്റവും ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് സസ്പെൻസർ കാണാം. ഏറ്റവും മുകളിൽ ഒരു വലിയ സെല്ല്, പിന്നെ കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ താഴോട്ട് അടുപ്പിച്ച് ഒരു നിര പോലെ കാണപ്പെടുന്ന സസ്പെൻസർ ഉണ്ടാകുന്നത് ബേസൽ സെൽസിനായിരുന്നു. സസ്പെൻസർ ആണ് ശരിക്കും ആ ഭ്രൂണത്തെ എംബ്രിയോയെ ബീജാനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ഹോസ്റ്റോറി അല്ലെങ്കിൽ ഒരു ആ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന അബ്സോർബിങ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നതും ഈ സസ്പെൻസർ ആയിരിക്കും. സസ്പെൻസർ ആണ് ബീജാനത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കും. സസ്പെൻസറിന്റെ ആദ്യ കോശം കുറച്ച് വലുതായിരിക്കും, അതായിരിക്കും കൂടുതലും അബ്സോർപ്ഷൻ സഹായിക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെ നോക്കുക, ഏറ്റവും മുകളിൽ ഒരു 8 സെല്ല് വലുതായിട്ട് കാണുന്നില്ല, അതാണ് ആ സസ്പെൻസറിന്റെ ആദ്യ കോശം. അത് കുറച്ച് വലുതായിരിക്കും. പിന്നീട് അതിന്റെ അവസാനത്തെ കോശം, അതായത് സസ്പെൻസറിന്റെ അവസാനത്തെ കോശം, അതായത് ഭ്രൂണത്തിനോട് അടുത്തുള്ള കോശം. സസ്പെൻസറിന്റെ അവസാനത്തെ കോശം ഭ്രൂണത്തിനോട് അടുത്തുള്ള കോശമായിരിക്കും റാഡിക്കൽ അഥവാ ബീജമൂലമായിട്ട് മാറുകയും അതിൽ നിന്ന് റൂട്ട് ഉണ്ടാവുകയും ചെയ്യും. ബീജമൂലവും റൂട്ട് ക്യാപ്പും വേര് തൊപ്പിയൊക്കെ ഉണ്ടാകുന്നത് ആ അവസാനത്തെ കോശങ്ങളിൽ നിന്നായിരിക്കും. 2 സെല്ലുണ്ടെന്ന് പറഞ്ഞു, ടു സെല്ല് പ്രോ എംബ്രിയോ. അത് പിന്നീട് 4 സെല്ലുള്ള കോട്ടൺ സ്റ്റേജ് ആയിട്ട് മാറും. പിന്നെ ചിത്രങ്ങളിലൊക്കെ അത് കഴിഞ്ഞിട്ട് 8 സെല്ലൊരു ഒക്ടന്റ് സ്റ്റേജ് ആയിട്ട് മാറും. പിന്നീട് അത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ മുകളിലുള്ള ആ ബേസൽ സെൽസിൽ നിന്നും സസ്പെൻസർ ഉണ്ടാകും. താഴെയുള്ള ഭാഗത്ത് ആദ്യം ടു സെൽഡ് പ്രോ എംബ്രിയോ, പിന്നെ 4 സെൽഡ് പ്രോ എംബ്രിയോ, പിന്നെ അങ്ങനെ ഉണ്ടായി ഒരു ചെറിയൊരു ഗ്ലോബുലാർ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഉരുണ്ട ആകൃതിയിലുള്ള ഒരു എംബ്രിയോ സ്റ്റേജ് ഉണ്ടാവും. അത് കുറച്ചുകൂടി ഇലോങ്ങേറ്റ് ചെയ്ത് ഹേർട്ട് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പിന്നീട് അത് ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് മെച്ചർ എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ സസ്പെൻസർ ഉണ്ടാകുന്ന ബേസൽ സെൽസിൽ നിന്നും ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്ത് ആദ്യം 2 സെൽഡ്, പിന്നെ 4 സെൽഡ്, അങ്ങനെ ഒരു പ്രോ എംബ്രിയോ സ്റ്റേജ്, പിന്നെ ഒരു ഗ്ലോബുലാർ എംബ്രിയോ സ്റ്റേജ്, പിന്നെ ഒരു ഹേർട്ടിന്റെ എംബ്രിയോ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് മെച്ചർ എംബ്രിയോ ആയിട്ട് മാറും. ഇതിൽ സസ്പെൻസറിന്റെ അവസാന സെല്ലായിരിക്കും റൂട്ട് ക്യാപ്പും അതുപോലെ റാഡിക്കലും ഉണ്ടാകാൻ സഹായിക്കും. വിവിധ തരം ഭ്രൂണ ഡെവലപ്മെന്റ്, അതായത് ഭ്രൂണത്തിന്റെ വികാസങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ചെടികളും വ്യത്യാസമുണ്ട്. ഇതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ക്രൂസിഫർ അല്ലെങ്കിൽ ഓങ്ങോട് ടൈപ്പ്, ഓങ്ങോട് തരം എന്ന് പറയാം. ആ ചിത്രം നോക്കാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ട്, ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും ഉണ്ടാവും. അതെല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ബേസൽ കോശത്തിന് ചെറിയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അതായത് ബേസൽ കോശത്തിന് വലിയ പ്രാധാന്യമില്ല, അതിന് ചെറിയ പ്രാധാന്യമേ ഉള്ളൂ. പിന്നീട് അതിന്റെ സ്റ്റേജ് കൂടുതലും ടെർമിനൽ സെല്ലിനെ ആശ്രയിച്ചായിരിക്കും പിന്നീട് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ബേസൽ സെല്ലിന് വലിയ പ്രാധാന്യമില്ലാത്ത തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും ക്രൂസിഫർ ടൈപ്പിൽ കണക്കുന്നുണ്ട്.
രണ്ടാമത്തെ ടൈപ്പാണ് ആസ്റ്ററാഡ് തരം. ആസ്റ്ററാഡ് തരം എന്ന് പറയുന്നത് ആസ്റ്ററേസി ഫാമിലിയുടെ ഒരു പ്രത്യേകത ആയിരിക്കും. നേരത്തെ പറഞ്ഞ ക്രൂസിഫർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രൂസിഫറേസി ഫാമിലിയുടെ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ആസ്റ്ററാഡ് ടൈപ്പിന്റെ പ്രത്യേകത ബേസൽ കോശവും ടെർമിനൽ കോശവും സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു ഫ്രൂണം ഡെവലപ്പ് ചെയ്യുന്നത് അതേ ടൈപ്പ് തന്നെയാണ്. ഒരു ബേസൽ കോശം ഉണ്ടാകുന്നു, പിന്നെ അത് സസ്പെൻസറായിട്ട് മാറുന്നു, ടെർമിനൽ സെൽ ഉണ്ടാകുന്നു, അത് ഡിവൈഡ് ചെയ്ത് എംബ്രിയോയുടെ ഭാഗങ്ങളായിട്ട് മാറും. അത് നോർമലി എങ്ങനെയാണ് അതുപോലെയാണ്. അത് ആദ്യം പറഞ്ഞ ക്രൂസിഫറിലെ ബേസൽസിന് വലിയ പ്രാധാന്യം ഇല്ല. മൂന്നാമത്തെ ടൈപ്പാണ് സൊളാനാഡ് ടൈപ്പ്. സൊളാനാഡ് തരം എന്ന് പറയുമ്പോൾ ഇവിടെ ബേസൽ കോശം വിഭജിച്ച് ഒന്നോ രണ്ടോ കോശങ്ങളുള്ള സസ്പെൻസർ ഉണ്ടാകും. നേരത്തെ കണ്ട സസ്പെൻസിൽ ഒരുപാട് സെല്ലുകളുള്ള സസ്പെൻസർ, അതിൽ ആദ്യത്തെ സെല്ല് വലുതായിരിക്കും. ഇവിടെ ഒന്നോ രണ്ടോ സെല്ലുകൾ മാത്രമുള്ള സസ്പെൻസർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. നാലാമത്തെ ടൈപ്പാണ് കാരിയോ ഫില്ലാഡ് തരം. നേരത്തെ പറഞ്ഞ സോളാനാഡ് തരം സോളാനേസി ഫാമിലിയുടെ പ്രത്യേകതയായിരിക്കും. കാരിയോ ഫില്ലേസി ഫാമിലിയുടെ ടൈപ്പ് പ്രത്യേകതയാണ് കാരിയോ ഫില്ലാഡ് തരം എന്ന് പറയുന്നത്. ഇവിടെ ബേസൽ കോശങ്ങൾക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല. സസ്പെൻസർ ഉണ്ടാകുന്നത് പോലും ടെർമിനൽ കോശങ്ങളായിരിക്കും. ഇവിടെ ബേസൽ സെൽ ഉണ്ടാവും, അതിന് പ്രത്യേകിച്ച് ധർമ്മങ്ങളോ ഫംഗ്ഷനോ ഒന്നുമില്ല. ടെർമിനൽ സെല്ലിൽ നിന്നായിരിക്കും സസ്പെൻസർ പോലും ഡെവലപ്പ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ടൈപ്പാണ് ചിനോപോഡിയാഡ് ടൈപ്പ്. ചിനോപോഡീസി ഫാമിലി കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ഇവിടെ ബേസൽ കോശവും ടെർമിനൽ കോശവും ഒരുമിച്ചായിരിക്കും ഭ്രൂണ വികാസത്തിന് പങ്കെടുക്കുന്നത്. അതായത് ബേസൽ കോശത്തിന് സസ്പെൻസറും ടെർമിനൽ കോശത്തിന് ഭ്രൂണവും അങ്ങനെ ഒരു ഡെവലപ്മെന്റ് അല്ല, രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും സസ്പെൻസറും എംബ്രിയോയുടെ ഭാഗങ്ങളും രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും സസ്പെൻസറിന്റെയും എംബ്രിയോയുടെ ഭാഗങ്ങൾ ഉണ്ടാവാൻ കാരണം. ലാസ്റ്റ് ടൈപ്പാണ് പെപ്രാഡ് തരം എന്ന് പറയുന്നത്. പൈപ്പറേസി ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. ടെർമിനൽ കോശം നശിച്ചു. അതായത് രണ്ട് സെൽ ഉണ്ടാവും, ബേസൽ കോശവും ടെർമിനൽ കോശവും. അതിൽ ടെർമിനൽ കോശം എന്ത് ചെയ്യും? നശിച്ചു പോകും. പിന്നീട് ആ ബേസൽ കോശത്തിനായിരിക്കും എംബ്രിയോ ഉണ്ടാവും. ആ ബേസൽ കോശം നെടുകെ വെർട്ടിക്കുലർ ഡിവൈഡ് ചെയ്ത് പിന്നെ സെല്ലുകളായിട്ട് മാറിയും അതിൽ നിന്നായിരിക്കും സസ്പെൻസറും എംബ്രിയോയുടെ ഭാഗങ്ങളും ഉണ്ടാവും. ടെർമിനൽ കോശം നശിച്ചു പോകും. അത് പൈപ്പറേസി ഫാമിലിയുടെ പ്രത്യേകത. പെപ്രാഡ് ടൈപ്പ് ഉണ്ടായിരിക്കും. പിന്നെ പൂർണ്ണ വളർച്ച എത്തിയ ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഒരു ഡൈക്കോട്ട് എംബ്രിയോയില് മെച്ചുർ ആകുമ്പോൾ രണ്ട് ബീജപത്രങ്ങൾ കോട്ടിൽഡൻസും പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ് ഭ്രൂണ അക്ഷവും ഉണ്ടാവും. ഈ ദ്വിബീജ പത്രങ്ങളുടെ ഡൈകോട്ടിലിഡൻ രണ്ട് കോട്ടിലിന്റെ മുകൾ ഭാഗം, അതായത് എംബ്രിയോണൽ ആക്സിസിന്റെ രണ്ട് കോട്ടിലിന്റെ മുകളിൽ വരുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. അതായത് എംബ്രിയോണൽ ആക്സിന്റെ മുകൾ ഭാഗമായിരിക്കും, അവിടെ ആയിരിക്കും കോട്ടിലൻ ചേരുന്ന എംബ്രിയോണൽ ആക്സിന്റെ മുകൾ ഭാഗത്തിന് വിളിക്കുന്ന പേര് എപ്പികോട്ടൈലും അത് ടെർമിനേറ്റ് ചെയ്യുന്ന അതിന്റെ അഗ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പ്ലിമ്യൂൾ അഥവാ ബീജ ശീർഷം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് കാണ്ഡത്തിന്റെ ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എപ്പികോട്ടൈൽ എന്ന ഭാഗത്തിന് തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ സിലിണ്ടർ ആകൃതിയുള്ള ഭാഗം ഉണ്ടാകും, അതിനെ ഹൈപ്പോകോട്ടൈൽ എന്നാണ് വിളിക്കുന്നത്. അത് ടെർമിനേറ്റ് ചെയ്യുന്ന അഗ്രഭാഗത്തിനെ റാഡിക്കൽ അഥവാ ബീജമൂലം എന്ന് പറയുന്നത്. ഈ ബീജമൂലത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് റൂട്ട് ക്യാപ്പ് അഥവാ വേര് പറ്റി കാണപ്പെടുന്നു. ഇതാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ പ്രധാന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു രണ്ട് കോട്ടിലും പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ആ എംബ്രിയോണൽ ആക്സിസിന്റെ മുകൾ ഭാഗത്തിന് എപ്പികോട്ടൈലും താഴ്ഭാഗത്തിന് ഹൈപ്പോകോട്ടൈൽ എന്ന് പറയും. എപ്പികോട്ടൈൽ ഭാഗം ടെർമിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് പ്ലിമ്യൂളായിട്ടും ഹൈപ്പോകോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് റാഡിക്കലായിട്ടും മാറുന്നത്. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോയുടെയൊക്കെ പ്രത്യേകത, ദ്വിബീജ പത്ര സസ്യങ്ങളുടെ പ്രത്യേകത രണ്ട് ബീജപത്രങ്ങൾ രണ്ട് കോട്ടിലൻസ് ഉണ്ടാവും. എന്നാൽ ട്രെനങ്കുലർ സ്പിക്കാരിയ എന്ന പ്ലാന്റിൽ അതുപോലെ തന്നെ APSA അമ്പലിഫറ മല്ലിയുടെ കുടുംബത്തിലെ ചില സസ്യങ്ങൾക്കും ഒരു കോട്ടിലിടൻ മാത്രമേ കാണുള്ളൂ, ഒരു ബീജപത്രം മാത്രമേ. ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ പോലും ഒറ്റ കോട്ടിലിടനെ കാണുള്ളൂ. അങ്ങനെ രണ്ട് പ്ലാന്റുകളാണ്. ഒരു പ്ലാന്റാണ് റെനങ്കുലർ സ്പിക്കാരിയ, പിന്നെ അമ്പലിഫറ കുടുംബങ്ങളുടെ മല്ലിയുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. അടുത്തത് ഒരു മോണോകോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. ഏകബീജപത്ര ഭ്രൂണത്തിന്റെ വികസനം എന്താണെന്ന് നോക്കാം. ഏകബീജപത്ര ഭ്രൂണത്തിന്റെ വികസനത്തിന് പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് പ്രോ എംബ്രിയോ സ്റ്റേജ്, പിന്നെ ഗ്ലോബുലാർ സ്റ്റേജ്, പിന്നെ സ്ക്യൂട്ടല്ലാർ സ്റ്റേജ്, പിന്നെ കോളിയോപ്റ്റി സ്റ്റേജ്. നേരത്തെ പറഞ്ഞ ഡൈക്കോട്ടിന് 4 സ്റ്റേജ് ഉണ്ട്. ഏതൊക്കെ? പ്രോ എംബ്രിയോ, ദെൻ ഗ്ലോബുലാർ എംബ്രിയോ, ദെൻ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, പിന്നെ മെച്ചർ എംബ്രിയോ. ഇവിടെ അതുപോലെ പ്രോ എംബ്രിയോ സ്റ്റേജ്, ഒരു ഗ്ലോബുലാർ സ്റ്റേജ്, കണ്ട എയർലി സ്റ്റേജ് രണ്ടും ഒരുപോലെയാണ്. പിന്നെയാണ് മാറുന്നത് സ്ക്യൂട്ടല്ലാർ സ്റ്റേജ്. അവിടെ ഹാർട്ട് ഷേപ്ഡ് ആയിരുന്നെങ്കിൽ ഇവിടെ സ്ക്യൂട്ടല്ലാർ സ്റ്റേജ്, പിന്നെ അവിടെ മെച്ചർ സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ കോളിയോപ്റ്റി സ്റ്റേജ് ആയിരുന്നു കാണുന്നത്. ഒരു സിക്താണ് സൈഗോട്ടിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ബേസൽ കോശവും ടെർമിനൽ കോശവും ഉണ്ടാകുന്നു. ഇവിടെ ബേസൽ കോശം പിന്നീട് വിഭജിക്കാതെ വളർന്നു വലുതായിട്ട് സസ്പെൻസർ അല്ലെങ്കിൽ വെസിക്കുലാർ കോശമായിട്ട് മാറും. ബേസൽ കോശത്തിന് പിന്നീട് ഡിവിഷൻ ഒന്നുമില്ല, വിഭജനമൊന്നും ഇല്ലാതെ വളർന്നു വലുതായി നേരിട്ട് സസ്പെൻസറായിട്ട് മാറുകയാണ് ചെയ്യും. അതിനെ വേറൊരു പേര് കൂടെ പറയും, വെസിക്കുലാർ കോശം എന്നും പറയും. പിന്നെ ടെർമിനൽ കോശം വിഭജിച്ച് 3 കോശമുള്ള പ്രോ എംബ്രിയോ ഉണ്ടാവും. പിന്നെ അത് അതിനുശേഷം ഗ്ലോബുലാർ സ്ട്രക്ചറുള്ള ഗ്ലോബ് ആകൃതിയിലുള്ള ഒരു ഭ്രൂണം ഉണ്ടാകുന്നു. അതിനുശേഷം സ്ക്യൂട്ടല്ലം ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഭ്രൂണാക്ഷൻ എംബ്രിയോണോ
ആക്സിസും ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ കോളിയോപ്റ്റൈലും ഡെവലപ്പ് ചെയ്യുന്നു. ചിത്രം നോക്കാം. കണ്ട എയർലി സ്റ്റേജസ് ഒക്കെ ഡൈക്കോട്ടിനെ പോലെ സിമിലർ ആണ്. പിന്നീടുള്ള സ്റ്റേജിലാണ് വ്യത്യാസം വന്ന് ഒരു മെച്ചുവർ എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഒരു മെച്ചുവർ ആയിട്ടുള്ള മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു കോട്ടേഡൻ മാത്രമേ അതുകൊണ്ടുതന്നെ ഏകബീജപത്ര ഭ്രൂണം എന്നും ആ സീഡുകളെ ഏകബീജപത്ര വിത്തുകളെന്നും ചെടിയെ ഏകബീജപത്ര സസ്യങ്ങൾ എന്നും അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സിംഗിൾ കോട്ടേഡനും പിന്നെ ഒരു എംബ്രിയോൺ ആക്സിസ് മാത്രമേ കാണപ്പെടുന്നു. പുല്ലുവർഗത്തിൽപ്പെട്ട ഗ്രാമിനെ കുടുംബത്തിൽപ്പെട്ട മിക്ക ചെടികളുടെയും സിംഗിൾ കോട്ടലനെ അറിയപ്പെടുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. അത് ഗ്രാസ് ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു ഷീൽഡ് ലൈക്ക് സച്ചല്ലായിരിക്കും ഇവരുടെ സിംഗിൾ കോട്ടലൻ കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂട്ടലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭ്രൂണ അക്ഷം എവിടെയും എംബ്രിയോണൽ ആക്സിസ് ഉണ്ടല്ലോ, ഈ സ്ക്യൂട്ടലം ചേരുന്ന ഭാഗത്തായിരിക്കും എംബ്രിയോണൽ ആക്സിസ് കാണപ്പെടുന്നത്. അതിന്റെ മുകൾ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് കോളിയോപ്റ്റൈൽ തന്നെയാണ്. ആ കോളിയോപ്റ്റൈലിന്റെ അഗ്രഭാഗം പ്ലൂമ്യൂൾ അല്ലെങ്കിൽ കാണ്ടാഗ്രം എന്നറിയപ്പെടും. അതിനെ പൊതിഞ്ഞുകൊണ്ട് കുറച്ച് ആവരണം കാണും. ഈ ആവരണത്തിനെ കോളിയോപ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. കോളിയോപ്റ്റൈൽ എന്ന ആവരണം കാണപ്പെടുന്നത്. കോളിയോപ്റ്റൈൽ ഉണ്ട്. അതിന് താഴോട്ട് വരുമ്പോൾ റാഡിക്കിൾ അതായത് ബീജ മൂലം കാണപ്പെടുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് റൂട്ട് ക്യാപ്പ് അല്ലെങ്കിൽ വേര് തൊട്ടി കാണപ്പെടുന്നുണ്ട്. അതിനെയും പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന അടുത്ത ലെയർ ആവരണത്തിനാണ് കോളിയോ റൈസ എന്ന് പറയുന്നത്. അപ്പം എംബ്രിയോണൽ ആക്സിന്റെ മുകൾ ഭാഗത്ത് പ്ലൂമ്യൂൾ അല്ലെങ്കിൽ കാണ്ടാഗ്രം ഉണ്ടാവും. അതിന് അല്ലെങ്കിൽ ഷൂട്ട് അപെക്സ് എന്ന് പറയും. അതിനെ പ്രൊട്ടക്ട് കോളിയോപ്റ്റൈൽ ലെയറും താഴെ റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്ത് റൂട്ട് ക്യാപ്പ്, പിന്നെ അഡീഷണൽ ലെയർ ആയിട്ട് കാണപ്പെടുന്നത് കോളിയോ റൈസയായിട്ട്. പിന്നീട് ഇതിൽ കാണുന്ന ചെറിയൊരു ഔട്ട്ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾക്ക് ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. സിംഗിൾ കോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പിബ്ലാസ്റ്റിന്റെ ഇരിക്കുന്നുണ്ടോ? ശരിക്കും അതൊരു കോട്ടിലനായിട്ട് വരേണ്ട ഭാഗമായിരുന്നു. മോണോകോട്ടായിട്ട് ഒറ്റ കോട്ടിലനെ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കോട്ടിലൻ ആകേണ്ട ഭാഗമായിരുന്നു. പക്ഷെ അത് അതിന്റെ ഡെവലപ്മെന്റ് അത് റുഡിമെന്റ് ആയിട്ട് മിനിയേച്ചർ സ്ട്രക്ചറിലോട്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പൊ സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് സെക്കൻഡറി കോട്ടിലൻ, രണ്ടാമത്തെ ദ്വിതീയ കോട്ടിലൻ ആയിട്ട് കണക്കാക്കുന്നത് ഈ എപ്പിബ്ലാസ്റ്റിനെയാണ് കണക്കാക്കുന്നത്. മോണോകോട്ട് എംബ്രിയോ എന്ന് പറഞ്ഞല്ലോ, ഒറ്റ കോട്ടിലുള്ള എംബ്രിയോ ആണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ ചേമ്പിന്റെ ഭ്രൂണത്തിന്റെ പ്രത്യേകത സസ്പെൻസർ ഇല്ല. ചേമ്പ് മോണോകോട്ടാണ്, അതിന് സസ്പെൻസറേ ഇല്ല. അതുപോലെ തന്നെ ലിലിയേസി കുടുംബത്തിൽപ്പെട്ട അക്കാപ്പാന്തസ് എന്ന ചെടിയുടെ പ്രത്യേകത മോണോകോട്ട് ആണെങ്കിലും 2 ബീജപത്രങ്ങൾ കോട്ടിലൻസ് കാണപ്പെടുന്നു. നേരത്തെ പറഞ്ഞത് റെണങ്കുലേസിയിലും അംബലിഫറയിലും ഒറ്റ കോട്ടിലൻസ് ഉള്ള ഡൈക്കോട്ടും ഉണ്ട്. അതുപോലെ മോണോകോട്ടിൽ 2 കോട്ടിലൻസ് ഉള്ള മോണോകോട്ടുകളുണ്ട്. എക്സാമ്പിൾ ആണ് ലിലിയേസി കുടുംബത്തിൽപ്പെട്ട അക്കാപ്പാന്തസ് എന്ന ചെടി. അടുത്ത ടൈമാണ് പോളി എംബ്രിയോ. പേര് തന്നെ ഉണ്ട്. സാധാരണ ഒരു ഭ്രൂണസഞ്ചിക്കകത്ത് എംബ്രിയോ സഞ്ചിക്ക് ഒരു എഗ്ഗും അത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും സൈഗോട്ടും പിന്നെ ഒരു എംബ്രിയോ എന്നാണ് നടക്കുന്നത്. അത് ഒരു എഗ് ആണല്ലോ ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഒരു എംബ്രിയോ മാത്രമേ നോർമൽ ഒരു ഭ്രൂണസഞ്ചിയിൽ കാണൂ. എന്നാൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടുന്ന അവസ്ഥയാണ് പോളി എംബ്രിയോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് മാവ്, ചില വെറൈറ്റി മാവിലും നാരങ്ങയിലും ഓറഞ്ചിലും ജിംനാസ്പമായ പൈൻ മരങ്ങളുടെ സീഡുകളിലും ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടുന്നു. ഈ എംബ്രിയോ വയബിൾ ആണെന്ന് വെച്ചാൽ വയബിൾ ആണ്. പല ചെടികളിലും ഈ എംബ്രിയോകളും വയബിൾ, അത് പൊടിച്ച് വരുന്നതായിട്ട് പ്ലാന്റുകളായിട്ട് മാറുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നിർവചിച്ചത് ലുവൻഫോക്ക് എന്ന സയന്റിസ്റ്റാണ്. ഇത് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ഭ്രൂണസഞ്ചിയുടെയോ അല്ലെങ്കിൽ ന്യൂസെല്ലസിന്റെയോ ഏതെങ്കിലും ഭാഗത്തുനിന്നായിരിക്കും ഭ്രൂണങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ സിമ്പിൾ പോളി എംബ്രിയോ എന്ന് പറയാറുണ്ട്. അത് യഥാർത്ഥ പോളി എംബ്രിയോയ്ക്ക് എക്സാമ്പിൾ ആണ്. ട്രൂ ആയിട്ട് നടക്കുന്ന ഒരു പോളി എംബ്രിയോ എക്സാമ്പിൾ ആണ്. അതായത് ഓവലിന്റെ തന്നെ ഭാഗമായ ഭ്രൂണസഞ്ചിയുടെയോ അല്ലെങ്കിൽ ന്യൂസെലസോ, ഭ്രൂണസഞ്ചിക്കകത്താണല്ലോ എഗ്ഗിരിക്കുന്നത് അല്ലെ, അതിന്റെ പുറത്തുള്ള ന്യൂസെലസിനോ ഭ്രൂണസഞ്ചിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു എംബ്രിയോ, ഒരുപാട് എംബ്രിയോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ട്രൂ ആയിട്ടുള്ള പോളി എംബ്രിയോ എന്ന് പറയുന്നത്. ഇതിൽ ഭ്രൂണസഞ്ചിയിൽ നിന്ന് ഉണ്ടാകുന്നത് സിമ്പിൾ പോളി എംബ്രിയോണിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയും. സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു എംബ്രിയോണിയാണെന്ന് പറയാം, പോളി എംബ്രിയോ ആണെന്ന് പറയുന്നത്. എന്നാൽ ഓവുകളിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണസഞ്ചികൾ ഉണ്ടാകും. സാധാരണ ഒരു ഓവിൽ ഒരു എംബ്രിയോസ് ആക്കാണ് കാണുന്നത്. ഇൻ കേസ് പല കാരണങ്ങൾ കൊണ്ട് ഒന്നിൽ കൂടുതൽ ഭ്രൂണസഞ്ചികൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കണ്ടീഷന് മൾട്ടിപ്പിൾ പോളി എംബ്രിയോ എന്ന് പറയും. അവിടെ അതിന്റെ ഫലമായിട്ട് തന്നെ ഓരോ എംബ്രിയോ സൈക്കിളും ഒരുപാട് ഭ്രൂണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനെ ഫാൾസ് പോളി എംബ്രിയോണി അഥവാ കപട പോളി എംബ്രിയോ എന്നാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നോക്കാം. പ്രോ എംബ്രിയോ രൂപപ്പെടുന്ന ഭാഗത്ത്, അതായത് 2 സെൽഡ് 4 സെൽഡ് ഉണ്ടാകുന്ന സമയത്ത് കോശങ്ങളുടെ വിഭജനം കാരണം ചിലപ്പോൾ കോശം വിഭജിച്ച് മുറിഞ്ഞങ്ങ് സെപ്പറേറ്റ് ആയി പോകും. ആ സെപ്പറേറ്റ് ആയി പോകുന്ന ഓരോ കോശങ്ങളും പിന്നീട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറാം. അങ്ങനെ സെൽ ഡിവിഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൊണ്ടും ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. എക്സാമ്പിൾ തുള്ളിപ്പ് എന്ന വലിയ മോണോകോട്ട് പ്ലാന്റ്, അതുപോലെ
ഓർക്കിഡുകളിൽ എറിത്രോണിയം അമേരിക്കൻ എന്ന പ്ലാന്റിലൊക്കെ സെൽ ഡിവിഷന്റെ ഫലമായിട്ടായിരിക്കും ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ഭ്രൂണസഞ്ചിയിലെ സൈനറുകളിൽ നിന്നുണ്ടാകാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഗ്ഗിന് രണ്ട് സൈഡിലായിട്ട് ഹെൽപ്പിംഗ് സെൽസ് ആയി സൈനറുകളുണ്ട്. ഫിലിഫോം അപ്പാരസ് കാണുമ്പോൾ സൈനറുകൾ. ഈ സൈനറുകൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ എന്തായിട്ട് മാറാം? എംബ്രിയോ ആയിട്ട് മാറാം. അതിന് എക്സാമ്പിൾ ആണ് അരിസ്റ്റലോഗിയുടെ കോഴി. അതുപോലെ തന്നെ ആന്റിപോഡൽസ്, എംബ്രിയോസൈറ്റിൽ 3 ആന്റിപോഡൽസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫംഗ്ഷൻ നിലയിരിക്കുന്ന ആന്റിപോഡൽസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോവുകയാണ് ചെയ്തത്. ഈ ആന്റിപോഡൽസ് വേണമെങ്കിലും എംബ്രിയോ ആയിട്ട് മാറാം. എക്സാമ്പിൾ അൽമസ് ഗ്ലാബ്ര എന്ന പ്ലാന്റ്. അതുപോലെ എൻഡോസ്പോം കാണപ്പെടുന്നുണ്ട്. ഈ എൻഡോസ്പോമിലെ ടിഷ്യൂ നിന്ന് വേണമെങ്കിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഭ്രൂണസഞ്ചിയുടെ തന്നെ ഭാഗങ്ങളാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതാണ് ട്രൂ അല്ലെങ്കിൽ സിമ്പിൾ പോളി എംബ്രിയോ എന്ന് പറയാൻ കഴിയും. ഇനി ഈ ഭ്രൂണസഞ്ചിയുടെ പുറത്തുള്ള ന്യൂസെല്ലർ ടിഷ്യൂ, അതിനകത്തുള്ള ന്യൂസെല്ലർ ടിഷ്യൂ പാരന്മ കോശങ്ങൾ ഭ്രൂണസഞ്ചിയിലേക്ക് തുളച്ച് കയറുന്ന വഴി അത് അകത്ത് കിടന്ന് ഡിവൈഡ് എംബ്രിയോ ആയിട്ട് മാറപ്പെടാം. ഈ ഒരു കണ്ടീഷന് അതുപോലെ തന്നെ ഇന്റഗമെന്റിൽ നിന്ന് ഓവലിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആ ഇന്റഗമെന്റും 2 ലെയർ ഉണ്ടല്ലോ, അതിലെ കുറച്ച് ടിഷ്യൂസും ഉള്ളിലോട്ട് തുളച്ച് കയറി എംബ്രിയോ ആയിട്ട് മാറുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനെ അഡ്വന്റീവ് പോളി എംബ്രിയോണി എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം റൂട്ടേസി കുടുംബങ്ങളിലും മെർട്ടേസി കുടുംബങ്ങളിലും ഓർക്കിഡേസി കുടുംബങ്ങളിലും അനാകാഡിയസി കുടുംബങ്ങളിലും അഡ്വന്റീവ് പോളി എംബ്രിയോണി കാണപ്പെടുന്നതായി ന്യൂസെല്ലർ ടിഷ്യൂവോ അല്ലെങ്കിൽ ഇന്റഗമെന്റ്സിന്റെ ഭാഗങ്ങളോ അകത്തോട് തുളച്ച് കയറി പുതിയ എംബ്രിയോ ആയിട്ട് മാറാറുണ്ട്. മെഗാസ്പോർ മാതൃകോശങ്ങളുടെ പകർപ്പ് കോശങ്ങൾ, അതായത് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവില്ല, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. അത് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമ്പോൾ ആ ഓരോ മെഗാസ്പോർ മദർ സെല്ലുകളും ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ എംബ്രിയോ ഉണ്ടാവും. അതൊക്കെ ഫാൾസ് പോളി എംബ്രിയോ. നോർമലി അങ്ങനെ ഉണ്ടാകുന്നതല്ല, ഫാൾസ് പോളി എംബ്രിയോ ആയിട്ട് കണക്കാക്കാം. കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാകാൻ കഴിയും. ഭ്രൂണ വളർച്ചയിൽ നമുക്ക് വേണമെങ്കിൽ ആ ഭ്രൂണത്തിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിവിഷൻ ചെയ്ത് കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാകാൻ കഴിയും. ഒന്നിൽ കൂടുതൽ ഭ്രൂണങ്ങൾ നമുക്ക് വിഭജിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അനാവൃത ബീജങ്ങൾ, ജിംനോസ്പമിൽ ഒരു പ്രത്യേകതരം സെല്ലുകളുണ്ട്, റോസറ്റ് സെല്ലുകൾ എന്നറിയപ്പെടുന്നു. ആ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നും ഭ്രൂണങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിരവധി എംബ്രിയോസ് ഒരു സീഡിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാം. ഇതിൽ കുറെ എംബ്രിയോസ് വയബിൾ ആണ്. ചിലതിനെ ടിഷ്യൂ കൾച്ചർ പർപ്പസിലൂടെ അതിനെ വളർത്തി വലുതാക്കി പുതിയ പ്ലാന്റുകൾ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്, ഈ പോളി എംബ്രിയോണിയിൽ നോർമൽ എംബ്രിയോ ഉണ്ടായത് 2 ഗ്യാമറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ്. മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വേരിയേഷൻസ് ഉണ്ടായി, പുതിയ ക്യാരക്ടർ ഉണ്ടായി, ജനറ്റിക് വേരിയേഷൻ ഉണ്ടായിട്ടാണ് നോർമലി പ്ലാന്റ് മാറുന്നത്. എന്നാൽ പോളി എംബ്രിയോണിയുടെ പ്രത്യേകത ആന്റിപോഡൽസ് കൊണ്ടാകുമ്പോൾ അവിടെ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യാതെ ഉണ്ടാവുന്നതായിരിക്കും അല്ലെ. അങ്ങനെ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യാതെ ഉണ്ടാവുന്ന ന്യൂസെല്ലർ ടിഷ്യൂ എന്നൊക്കെ ഉണ്ടാവുന്ന എംബ്രിയോയുടെ പ്രത്യേകത അവിടെ മറ്റു കലർപ്പുകൾ വരുന്നില്ല, മറ്റ് ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യാതെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്യാരക്ടർ എത്ര തലമുറ കഴിഞ്ഞാലും സെഗ്രിഗേറ്റ് ചെയ്യില്ല. നോർമലി സെക്ഷൽ ഡിവിഷൻ 2 ക്യാരക്ടർ ഫ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത തലമുറയിലെ ക്യാരക്ടർ സെഗ്രിഗേറ്റ് ചെയ്യാൻ അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൂടുതലാണ്. ഇവിടെ അങ്ങനെ എത്ര തലമുറ കഴിഞ്ഞാലും ഈ ക്യാരക്ടർ സ്വഭാവങ്ങൾ വേർപിരിയാതെ ഒരുമിച്ച് അതേ ക്യാരക്ടർ എത്ര തലമുറയിലോട്ടും കൈമാറ്റം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നിരവധി ഹൈബ്രിഡ് വെറൈറ്റി സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജനിതഘടനയിൽ മാറ്റമില്ലാത്ത പുതിയ സന്താനം, അതായത് ജനറ്റിക് കോൺസെപ്ഷനിൽ മാറ്റമില്ലാതെ എത്ര ജനറേഷനിലും കൊണ്ടുപോകാൻ ഈ ഒരു ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. വൈറസ് അണുബാധ ഇല്ലാത്ത പ്ലാന്റുകളെ നിർമ്മിക്കാൻ, വൈറസ് ഇൻഫെക്ഷൻ ഇല്ലാത്ത പ്ലാന്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഹാപ്ലോയിഡ് സെൽസ് നിന്ന് ആന്റിപോഡൽസ് ഹാപ്ലോയിഡ് സെൽസ് ആണ്. അങ്ങനെ ഹാപ്ലോയിഡ് സെല്ലുകൾ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഡെവലപ്പ് ചെയ്തല്ല, ആ ഹാപ്ലോയിഡ് എംബ്രിയോ പുതിയ ഹാപ്ലോയിഡ് ഓർഗാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടും പോളി എംബ്രിയോണി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കലർപ്പില്ലാത്ത, നേരത്തെ പറഞ്ഞ പ്യുവർ ലൈൻസ് പോലെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? മറ്റ് ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യാതെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് തന്നെ കലർപ്പില്ലാത്ത സ്വഭാവങ്ങളുള്ള, ക്യാരക്ടറുകളുള്ള, ജീനുകളുള്ള ഒരു പ്ലാന്റിനെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോമിക്സിസ് ഓർ അഗമോസ്പെർം. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവൽ ഡയറക്റ്റഡ് സീഡായിട്ട് മാറും. ആ സീഡും വയബിൾ ആണ്, പൊടിക്കാറുണ്ട്. കാരണം ചില ചെടികളിൽ ഒരുപാട് ഓവിൽസ് കാണുള്ളൂ. എല്ലാ ഓവിൽസിനും ഫെർട്ടിലൈസേഷൻ പോളിനേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ പല കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് ഓവിൽ ഡയറക്റ്റ് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ആ കണ്ടീഷനെയാണ് അപ്പോമിക്സിസ് അല്ലെങ്കിൽ അഗമോസ്പെർം എന്ന് പറയുന്നത്. കൂടുതലും ആസ്ട്രേസി കുടുംബത്തിൽ, സൂര്യകാന്തി കുടുംബത്തിലും ഗ്രാസിലുമാണ്, പുല്ലുവർഗത്തിലാണ് കൂടുതലും കാണപ്പെടുന്നത്. പുല്ലിന്റെ പൂക്കൾ നമുക്കറിയാം, കുഞ്ഞിപ്പൂക്കൾ ഒരുപാട് ചേർന്നുണ്ടാവും, അതിൽ സീഡ്സ് ഉണ്ടാവും. എല്ലാ പൂക്കളിലും പോളിനേഷൻ നടക്കാൻ നിർബന്ധമല്ല, കാറ്റ് വഴിയല്ലേ ഭരണം നടക്കേണ്ടത്. കാറ്റടിച്ച് എല്ലാത്തിലും പോളിനേഷൻ നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഓവുകൾ ഡയറക്റ്റ് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ, ഊനഭംഗം മിയോസിസ് നടക്കാതെ മെഗാസ്പോർ മദർ സെൽ കോശത്തിൽ നിന്നും ഭ്രൂണസഞ്ചി ഉണ്ടാകും. നേരത്തെ പറഞ്ഞു
ചിലപ്പോൾ മെഗാസ്പോർ മദർസെൽ മിയോസ് നടന്ന 4 മെഗാസ്പോർ മൂന്നെണ്ണം നശിച്ചു പോയിട്ട് പിന്നെ ഒരു ഹാപ്ലോയിഡ് മെഗാസ്പോർ വളർന്ന ഭ്രൂണസഞ്ചി ഉണ്ടാവും. ചില കേസിൽ ഇവിടെ മിയോസിസ് നടക്കാതെ മെഗാസ്പോർ മദർസെൽ ഡിവൈഡ് ചെയ്ത് പോയിട്ട് ഭ്രൂണസഞ്ചി ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന എല്ലാത്തിനും ഡിപ്ലോയിഡ് കോശം, ഡിപ്ലോയിഡ് ആന്റിപോഡൽ, ഡിപ്ലോയിഡ് സൈനർഗിഡ് അങ്ങനെ ഉണ്ടാകുന്ന ആ ഡിപ്ലോയിഡ് ഓരോ സെല്ലുകളും ചിലപ്പോൾ മെച്ചുവർ ആവും. പല കാലം കൊണ്ട് എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അതെന്തായിട്ട് മാറും, അതുള്ള ഓവൽ സീഡായിട്ട് മാറും. അങ്ങനെ മെഗാസ്പോർ മദർസസിന് മിയോസിസ് നടക്കാതെ വഴി ഉണ്ടാവുന്ന ഡിപ്ലോയിഡ് അണ്ടങ്ങൾ, ചിലപ്പോൾ എഗ്ഗും ഡിപ്ലോയിഡ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. സൈനഗിഡ് മാത്രമല്ല അതിനകത്ത് എഗ്ഗും ഹാപ്ലോയിഡ് ഉണ്ടാവത്തില്ല, മിയോസിസ് നടക്കുന്ന ഡിപ്ലോയിഡ് അണ്ടങ്ങളായിരിക്കും. അപ്പൊ ഡിപ്ലോയിഡ് അണ്ടമാണെങ്കിൽ പിന്നെ അതിനകത്ത് ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ആ ഡിപ്ലോയിഡ് അണ്ടം അല്ലെങ്കിൽ എന്താണ് ഈ ഫീമെയിൽ ഗ്യാമറ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ ഡയറക്റ്റ് ആ ഓവിലും തട്ടുന്ന എംബ്രിയോ ഒക്കെ നടക്കുമ്പോൾ അതുള്ള ഓവില് സീഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പോളിപ്ലോയിഡ് കാരണം ഇങ്ങനെ ഉണ്ടാകും. അത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലോയിഡ് അല്ലെ ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ് അങ്ങനെയുള്ള കണ്ടീഷൻ, അതിനാണ് പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. ആ കാരണങ്ങൾക്ക് ഉണ്ടാകുന്ന കോശങ്ങൾ ചിലപ്പോൾ എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അതുള്ള ഓവില് വിത്തായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈംഗിക പ്രത്യുൽപാദന സമയത്ത് ഉണ്ടാകുന്ന ഉൽപരിവർത്തനം, മ്യൂട്ടേഷൻ, ചിലപ്പോൾ മ്യൂട്ടേഷൻ കാരണം ഡിപ്ലോയിഡ് കോശം ഉണ്ടായി അത് എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ ആ ഓവില് സീഡായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോമിക്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അല്ല, ഒന്നാമത്തെ ഡിപ്ലോസ്പോർ, അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഊനഭംഗം നടക്കാതെ മെഗാസ്പോർ മാതൃകോശത്തിൽ നിന്നും ഭ്രൂണസഞ്ചി ഉണ്ടാകും. അപ്പൊ അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കുന്നത്. ഭ്രൂണസഞ്ചി ഡിപ്ലോയിഡ് ആയിരിക്കും, ആന്റിപോഡ്സ് ഡിപ്ലോയിഡ് ആയിരിക്കും, എഗ് ഡിപ്ലോയിഡ് ആയിരിക്കും, സൈനഗം ഡിപ്ലോയിഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഡിപ്ലോയിഡ് അണ്ടങ്ങൾ ഉണ്ടാവുകയും അത് പിന്നെ ബീജസം നടക്കാതെ തന്നെ ആ ഡിപ്ലോയിഡ് എഗ് ഡയറക്റ്റ് എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അത് സീഡായിട്ട് മാറും. എംബ്രിയോ മാറുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഓവിലും തട്ട് മാറും, സീഡായിട്ട് മാറും. ആ കണ്ടീഷനാണ് ഡിപ്ലോസ്പോറി എന്ന് അറിയുന്നത്. അടുത്തതാണ് അപ്പോസ്പോർ. അപ്പോസ്പോർ നമ്മുടെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞ ടോപ്പിക്കാണ്. അത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിക്കാം, ചേർത്ത് സെപ്പറേറ്റ് പഠിക്കാതെ നമുക്ക് അപ്പോമിക്സിനകത്ത് തന്നെ അതും കൂടെ ചേർത്ത് പഠിക്കാം. ആ അപ്പോസ്പോറി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിൽ നിന്നും ഊനഭംഗം നടക്കാതെ, മിയോസിസ് നടക്കാതെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. സാധാരണ ഡിപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിന്റെ പ്രത്യേകത ഇവിടെ ഗ്യാമറ്റുകൾ മിയോസിസ് വഴിയാണ് ഉണ്ടാകുന്നത്. ഹാപ്ലോയിഡ് ഗ്യാമറ്റ്സ് ഉണ്ടാവും, തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി, പിന്നെ സൈഗോട്ടിൽ നിന്നാണ് അടുത്ത സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. ഇവിടെ ആ മിയോസിസ് നടക്കാതെ ഡിപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിൽ നിന്ന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എഗ് ഉൾപ്പെടെ എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന എഗ് ദെൻ എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഓവിൽ എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. അപ്പോൾ ഡിപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് അപ്പോസ്പോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കൂടുതൽ കാണപ്പെടുന്നത് പന്നൽ ചെടികൾ, ടെറഡോഫൈറ്റുകളിൽ, പിന്നെ നമ്മുടെ സബുഷ്പികൾ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കൂടുതലായിട്ട് ഉണ്ടാകും. അടുത്താണ് അഡ്വന്റീഷ്യസ് പോളിഎംബ്രിയോൺ. അഡ്വന്റീഷ്യസ് പോളിഎംബ്രിയോൺ എന്ന് പറയുന്നത് ഓവലിനുള്ളിലെ ന്യൂസെല്ലാർ കോശങ്ങളിലും ബീജസംഘം നടക്കാതെ ഭ്രൂണമായിട്ട് മാറും. ന്യൂസെല്ലാർ ഡിപ്ലോയിഡ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ബീജസംഘം നടക്കാതെ ആ ഡിപ്ലോയിഡ് സെല്ലുകൾ ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അകത്തോട്ട് എംബ്രിയോ സാഗ്മെന്റ് തുളച്ച് കയറുമ്പോൾ ഒരു ഓവലിനുള്ളിൽ എംബ്രിയോ സാഗ്നത്ത് പല എംബ്രിയോസ് ഉണ്ടായി കഴിയുമ്പോൾ ആ ഓവൽ എന്തായിട്ട് മാറും, സീഡായിട്ട് അങ്ങ് മാറും. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഓവൽ സീഡായിട്ട് മാറും. ആ കണ്ടീഷനാണ് അഡ്വന്റീഷ്യസ് പോളിഎംബ്രിയോൺ എന്ന് പറയും. ഈ പോളി എംബ്രിയോണിന്റെയും അപ്പോമിക്സിന്റെ നേട്ടങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതായത് രണ്ടും ബീജസംഘം നടക്കാതെ ഉണ്ടാവുന്നതെന്ന് ക്യാരക്ടർ ഇത്ര തലമുറ കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കൈമാറ്റം ചെയ്യുന്നില്ല. ഒരു സീഡ് ഉണ്ടായി, അതിനകത്ത് മൾട്ടിപ്പിൾ എംബ്രിയോസ് ഉണ്ട്. ഇത് രണ്ടും ബീജസംഘം ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുമ്പോൾ ആ ക്യാരക്ടറിന് എത്ര തലമുറ കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, മാറത്തില്ല. അപ്പൊ ആ എംബ്രിയോ കൊണ്ടുപോയി നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്തോ അല്ലെങ്കിൽ ആ സീഡിനെ കൊണ്ടുപോയി ജെർമിനേറ്റ് ചെയ്യിപ്പിച്ചാൽ ഒരു ചെടി ഡെവലപ്പ് ചെയ്ത് വരും. ആ ചെടിയുടെ ക്യാരക്ടർ ഒരു തലമുറ കഴിഞ്ഞാൽ, എത്ര തലമുറ കഴിഞ്ഞാൽ കൈമാറ്റം വേർപിരിയാതെ അത് കൈമാറ്റം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൈബ്രിഡ് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഈ ഒരു അപ്പോമിക്റ്റി സീഡുകളെയും പോളി എംബ്രിയോണിക് സീഡുകളെയും ഉപയോഗിക്കുന്നു. കലർപ്പില്ലാത്ത സ്വഭാവം ഉണ്ടാകുന്ന പ്യുവലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം. അടുത്ത ടോപ്പിക്കാണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബീജസംഘം നടന്ന് ഓവൽ സീഡായിട്ട് മാറുമ്പോൾ ഓവർ എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് ഓവർ ഫ്രൂട്ട് അണ്ടാശയം ഫലമായിട്ട് മാറും. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയും ഓവറി ഫലമായിട്ട് ഫ്രൂട്ടായിട്ട് മാറും. ആ പ്രോസസ്സിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഓവൽ എന്തായിട്ട് മാറുന്നില്ല, സീഡായിട്ട് മാറുന്നില്ല. അപ്പൊ സീഡ്ലെസ്, വിത്തില്ലാത്ത ഫലങ്ങളായിരിക്കും. ഇത് മാർക്കറ്റിൽ നിന്ന് വളരെയധികം എക്കണോമിക് വാല്യൂ ഉള്ള പ്ലാന്റുകളാണ്. ഇത് രണ്ട് തരത്തിൽ നടക്കാം, നാച്ചുറൽ ആയിട്ട് നടക്കാം, ഇൻഡ്യൂസ്ഡ് ആയിട്ട് നടക്കാം. നമുക്ക് ആർട്ടിഫിഷ്യൽ രീതിയിൽ ഇതിന് ഉണ്ടാക്കിയെടുക്കാം, നാച്ചുറൽ ആയിട്ട് പാർത്തനോകാർപ്പി നടക്കുന്നുണ്ട്.
ചില സസ്യങ്ങളിലെ ജനിതക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അണ്ടാശയം വളർന്ന് വിത്തില്ലാത്ത ഫലങ്ങൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഓവർ ഡയറക്റ്റ് എന്തായിട്ട് മാറും, വീർത്ത് ഫലമായിട്ട് മാറും. അപ്പൊ അതിനകത്ത് ഓവുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് ഓവുകൾ എന്തായിട്ട് മാറുന്നില്ല, സീഡായിട്ട് മാറുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് വാഴ. നമ്മുടെ വാഴയിൽ വാഴപ്പഴം ഉണ്ടാകുന്നത് നാച്ചുറൽ പാർത്തനോകാർപ്പിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഏകലിംഗ പുഷ്പങ്ങളുള്ള ചെടികൾ, അതായത് നമ്മുടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റുകളിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാകുമ്പോൾ ഇത് സെപ്പറേറ്റ് മരങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ സെപ്പറേറ്റ് മരങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് പോളിനേഷൻ നടക്കണമെന്നില്ല. അപ്പൊ പരാഗണം നടക്കാനുള്ള സാധ്യത വളരെ കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ ആ അണ്ടാശയം എന്തായിട്ട് മാറാം, ഫ്രൂട്ടായിട്ട് മാറും. അല്ലെങ്കിൽ ആൺപൂക്കൾക്ക് വന്ധ്യത, സ്റ്റെറിലിറ്റി ഉള്ളതുകൊണ്ട് ആൺപൂക്കൾക്ക് അതിനകത്ത് പോളൻ ഗ്രേഡ് പ്രൊഡ്യൂസ് കഴിവില്ല. അല്ലെങ്കിൽ ആ പൂവിനുള്ള ആൺ പാർട്ടിന് പോളൻ ഗ്രേഡ്സ് പ്രൊഡ്യൂസ് കഴിവില്ലെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോഴും ഓവർ ഡയറക്റ്റ് എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. അല്ലെങ്കിൽ പരാഗരേണുകൾ പരാഗണ സ്ഥലത്ത് വരുന്നത് സ്വയം തടയുന്നത് കൊണ്ട് സ്വന്തം ജനിത പോളൻ അവിടെ തടയും. അതായത് സ്വന്തം ജനിത പോളൻ അതിൽ വീണാൽ തടയും. അതിന് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. സ്വന്തം ജനിത പോളൻ അതിൽ വീണ ജെർമിനേറ്റ് ചെയ്യാത്ത അവസ്ഥ, അത് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റിഗ്മയില് സ്വന്തം ജനിത പോളൻ വീണു, അത് ജെർമിനേറ്റ് ചെയ്തു, ജനറ്റിക് മെക്കാനിസമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോളൻ വന്ന് വീണില്ലെങ്കിലും ആ ഓവർ എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവർ ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ കാലാവസ്ഥയുടെ സാഹചര്യങ്ങൾ കൊണ്ട് പ്രതികൂല സാഹചര്യം പോളിനേഷൻ നടന്നില്ലെന്ന് വരാം, അപ്പോഴും ഓവർ എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓവറിൽ ഫ്രൂട്ടായിട്ട് മാറും, ഫെർട്ടിലൈസേഷൻ നടക്കാതെ. അടുത്തത് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി. ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഹോർമോൺ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും പാർത്തനോകാർപ്പി ഫ്രൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. പാർത്തനോകാർപ്പി വഴി ഉണ്ടാകുന്ന ഫ്രൂട്ടുകളെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ. തണ്ണിമത്തിന്റെ ഒരുപാട് കുരുവില്ലാത്ത, സീഡില്ലാത്ത തണ്ണിമത്തൻ ഇറങ്ങുന്നുണ്ട്, വെള്ളരിക്ക് ഇറങ്ങുന്നുണ്ട്, തക്കാളി ഇറങ്ങുന്നുണ്ട്. പിന്നെ മുന്തിരി ഓൾറെഡി അവൈലബിൾ ആണ്. പച്ച മുന്തിരിയൊക്കെ നമുക്ക് അറിയാം, കുരുവില്ലാത്ത മുന്തിരികളിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതെല്ലാം ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബർലിൻ തുടങ്ങിയ ഹോർമോണുകൾ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. ആർട്ടിഫിഷ്യലി ഹോർമോൺ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിലൊന്നിൽ സീഡ് കാണിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡൈക്കോട്ട് മോണോക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്, then അതുപോലെ തന്നെ പോളി എംബ്രിയോണി, അപ്പോമിക്സിസ്, അപ്പോസ്പോറി, പാർത്തനോകാർപ്പി എന്ന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തത്. എംബ്രിയോളജി എന്ന ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്, പ്ലാന്റ് ബ്രീഡിംഗ് എന്ന ടോപ്പിക്കുകൾ നമുക്ക് കാണാം. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശരി.